നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മൂകാംബിക ദേവിയെ കണ്ട ശേഷം 2 ആൺമക്കൾക്കുമൊപ്പം സെൽഫി എടുത്ത് ശിവകുമാർ അയച്ചപ്പോൾ ഭാര്യ സ്മിത അറിഞ്ഞിരുന്നില്ല അത് തന്റെ കുടുംബത്തിന്റെ അവസാന ചിത്രമാണ് എന്ന്. ചിത്രം കിട്ടി അല്പനേരം കഴിഞ്ഞ് സ്മിത അറിഞ്ഞത് തന്റെ ഭർത്താവും മക്കളും അകാലത്തിൽ വിട പറഞ്ഞു എന്ന വാർത്തയാണ്. ഭർത്താവും മക്കളും മരിച്ചതോടെ പുതുമന ഹൗസ് ജീവിതത്തിൽ ഒന്നുറക്കെ കരയാൻ പോലുമാകാതെ സ്മിത തനിച്ചിരിക്കുകയാണ്. കൂട്ടിനുള്ളത് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രമാണ്. ശിവകുമാറിനും മക്കൾക്കും ഉണ്ടായ ദാരുണ അന്ത്യത്തിന്റെ നടുക്കത്തിലാണ് ഇരിങ്ങാലക്കുടക്കാർ. 35 വർഷമായി UAE ജോലി ചെയ്യുന്ന ശിവകുമാർ കൂടൽമാണിക്യം ക്ഷേത്ര ഉത്സവകാലത്ത് നാട്ടിലെത്തുന്ന പതിവ് മുടക്കാത്ത ആളായിരുന്നു. ഇത്തവണയും കൊടിയേറ്റത്തിന് മുൻപ് തന്നെ നാട്ടിലെത്തി. ബിടെക് പഠനത്തിന് ശേഷം അടുത്ത ആഴ്ച മകൻ ശരത് അയർലൻഡിലേക്ക് പോകാൻ ഇരിക്കുകയാണ്. ഒന്നിച്ചൊരു യാത്രയാണ് എല്ലാവരും കൂടി ആസൂത്രണം ചെയ്തത്. ഇതിനിടെയാണ് ഭാര്യ സ്മിതയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഭാര്യ സ്മിതയുടെ സംരക്ഷണം അച്ഛൻ സുധാകരനെയും അമ്മ സീതയെയും ഏൽപ്പിച്ച ശേഷമാണ് ശിവകുമാറും മക്കളായ ശരത്തും 9ാം ക്ലാസ്സുകാരനായ സൗരവും യാത്രയ്ക്കൊരുങ്ങിയത്. ഒന്നിച്ചു കളിച്ചു വളർന്ന സുഹൃത്തിന്റെ അമ്മയെ കാണാൻ മക്കളെയും കൂട്ടി ബംഗളൂരുവിലേക്ക് സ്വന്തം കാറിൽ ശിവകുമാർ പുറപ്പെട്ടത് ശനിയാഴ്ചയാണ്. ബംഗളൂരുവിൽ ഒരു ദിവസം തങ്ങിയ ശേഷം മൂകാംബിക ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. ദേവിയെ കണ്ട ശേഷം മൂവരും ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ചിത്രം പകർത്തി ഭാര്യയ്ക്ക് അയക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. പിന്നാലെ ഇരിങ്ങാലക്കുടയിലേക്ക് തിരിച്ചു. എന്നാൽ വിധി വഴിയിൽ തന്നെ മരണമൊരുക്കി കാത്തിരുന്നു. കാസർഗോഡ് കുഞ്ചത്തൂരിൽ അച്ഛനും മക്കളും സഞ്ചരിച്ച കാർ രോഗിയെയും കൊണ്ട് മംഗലാപുരത്തേക്ക് പോയ ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മൂവരും തൽക്ഷണം മരിക്കുകയും കാർ അപ്പാടെ തകരുകയും ചെയ്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നത് കൊണ്ട് മാത്രമാണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പം സ്മിതയും യാത്ര പുറപ്പെടാതിരുന്നത്. ഇന്നലെ രാവിലെ ഉറ്റവരുടെ മടങ്ങിവരവ് കാത്തിരുന്ന സ്മിതയ്ക്ക് കേൾക്കാനായത് ദുരന്ത വാർത്തയാണ്. ഒരാളെ പോലും തിരിച്ചു തന്നില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് അലമുറയിടുന്ന സ്മിതയെ ആശ്വസിപ്പിക്കാൻ ആർക്കും ആകുന്നില്ല. 18-ന് ശിവകുമാർ തിരികെ മടങ്ങാനിരിക്കെയാണ് ദുരന്തം സംഭവിച്ചത്. 9ാം ക്ലാസ്സുകാരൻ സൗരവിന്റെ മരണം നാഷണൽ സ്കൂളിനാകെ വേദനയായി. ചന്തക്കുന്നിൽ ഇവർ നടത്തുന്ന ഈ സേവാ കേന്ദ്രം സ്മിതയ്ക്കൊപ്പം നോക്കി നടത്തിയിരുന്നത് ശരത്തായിരുന്നു. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ നിന്നും ശിവകുമാർ മക്കൾക്കൊപ്പം എടുത്ത ചിത്രം കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ്.